MT നമ്മളെ വേർപിരിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും പറഞ്ഞു ഒരു വലിയ ശൂന്യത മനസ്സിൽ അനുഭവപ്പെടുന്നു എന്നുള്ളത്. മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ അതീവ പ്രതിഭാധനന്മാരായ സാഹിത്യകാരന്മാരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു MT. ഞാനൊരു 2-3 മാസം മുമ്പേ MTയെ കാണാൻ ഇവിടെ വന്നിരുന്നു. ഒരുപാട് സംസാരിക്കുന്ന പ്രകൃതമല്ല, ഒരു ചെറുപുഞ്ചിരി, അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയാണ്. അത് ലഭ്യമായി എന്നുള്ളത് ഒരു വലിയ സമ്മാനം കിട്ടിയതിൻ്റെ പ്രതീതിയാണ് എനിക്ക് അന്ന് തോന്നിച്ചത്. നല്ല ക്ഷീണിതനായിരുന്നു, അല്ലെങ്കിലും അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. ഒരു കാലത്തിൻ്റെ മുഴുവൻ ചിത്രീകരണവും MTക്ക് തൻ്റെ എഴുത്തിലൂടെ നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെയൊക്കെ പ്രായമുള്ളവരുടെ യൗവനകാലത്ത് അന്നത്തെ സമൂഹം എങ്ങനെയായിരുന്നു, അതിലെ ഞങ്ങളുടെയെല്ലാം സ്വപ്നങ്ങളും ചിന്തകളും മോഹങ്ങളും മോഹഭംഗങ്ങളും എല്ലാം MTയുടെ മഞ്ഞിലും നാലുകെട്ടിലും കാലത്തിലും ഒക്കെ കാണുന്നുണ്ട്. ഈ കൂട്ടുകുടുംബത്തിൻ്റെ ഒരു വലിയ സവിശേഷത MTയുടെ നോവലുകളിൽ മിന്നിമറയുന്നത് കാണാൻ സാധിക്കും. കൂട്ടുകുടുംബത്തിൽ അതീവ സുന്ദരമായിട്ടുള്ള സ്നേഹത്തിൻ്റെ മുഹൂർത്തങ്ങളുണ്ട്. അവിടെ ഒപ്പോളെന്ന് വിളിക്കുന്ന ഒപ്പു, അവരിൽ നിന്ന് പകർന്നു കിട്ടുന്ന സ്നേഹം, അതേസമയത്ത് രക്ഷിതാക്കളിൽ നിന്ന് കിട്ടുന്ന കർശന ഭാവം, അച്ഛനിൽ നിന്ന് കിട്ടുന്ന വഴക്ക്, അത് കുഞ്ഞു മനസ്സിലുണ്ടാക്കുന്ന ആഘാതങ്ങൾ, അതൊക്കെ പിന്നീട് MT പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നാണ് MTയുടെ ഒരുപാട് സാഹിത്യകൃതികൾ പിറന്നു വീഴുന്നത്. MT എപ്പോഴും ഈ സമൂഹത്തിലെ മനുഷ്യത്വത്തിനു വേണ്ടി വാദിച്ചിട്ടുള്ള മനുഷ്യ കഥാനുകായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മറ്റെല്ലാ ആധിപത്യത്തിനും എതിരായിരുന്നു. അദ്ദേഹം അടുത്ത കാലത്ത് നടത്തിയ ഒരു പ്രസംഗത്തിൽ തന്നെ എല്ലാ തരത്തിലുള്ള ആധിപത്യത്തിനും എതിരായി അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. MT ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നില്ല. പക്ഷേ MTയുടെ മനസ്സെന്തായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങളിലൂടെയും എഴുത്തിലൂടെയും നമുക്ക് ബോധ്യമായിട്ടുണ്ട്. പ്രഥമ സ്ഥാനം മനുഷ്യനാണ്, മനുഷ്യസ്നേഹത്തിനാണ്, മനുഷ്യൻ്റെ കൂട്ടായ്മക്കാണ്. അതിലുപരിയായിട്ടല്ല ജാതിയും മതവും അത്തരത്തിലുള്ള ചിന്തകളും എന്ന് സൂചിപ്പിക്കാൻ എത്രയോ തവണ MTക്ക് കഴിഞ്ഞിരുന്നു. MT വളരെ നന്നായിട്ട് ഈ സമൂഹത്തിലെ തിന്മകളോട് കലഹിച്ചിരുന്നു. ആ കലഹത്തിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് നിർമാല്യം. നമ്മൾ കണ്ടിട്ടുണ്ട്, അതിലെ വെളിച്ചപ്പാട്. എന്തായിരിക്കണം പട്ടിണി കിടക്കുന്ന മനുഷ്യൻ്റെ പ്രതികരണം എന്താണ് എന്ന് കാണിക്കുന്ന ഒന്നാണ്. ഒരുപക്ഷെ നിർമാല്യത്തിലെ പ്രതികരണം ഈ അടുത്ത കാലത്താണെങ്കിൽ അതിനെന്തെല്ലാം വ്യാഖ്യാനങ്ങളും അതിനെന്തെല്ലാം പ്രശ്നങ്ങളും ഉണ്ടാകുമായിരുന്നു എന്ന് ഭയക്കുകയാണ്. അങ്ങനെ നിർഭയം പറയാൻ കഴിയുന്ന എഴുത്തുകാരും സാഹിത്യകാരന്മാരും എല്ലാം ചേർന്നാണ് ഈ സമൂഹത്തെ ചിട്ടപ്പെടുത്തിയത്. ഒരുപാടൊന്നും പറയേണ്ടതില്ല. MTയുടെ കൃതികൾ ഈ സമൂഹത്തെ ചിട്ടപ്പെടുത്തുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളെപ്പോലുള്ള അന്നത്തെ ചെറുപ്പക്കാർ വായിച്ചു വളരുമ്പോൾ ഭാഷയുടെ സൗന്ദര്യം, ഒട്ടും മേധസ്സില്ലാത്ത ഭാഷയാണ് MTയുടേത്. മലയാളം ഇത്ര മനോഹരമായി ഇത്ര തീക്ഷ്ണമായി പ്രയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ആ വായനയിലൂടെയാണ് ഞങ്ങളെല്ലാം സംസാരിക്കാൻ പഠിച്ചിട്ടുള്ളത്. അതെല്ലാം അപ്പടി ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ കുറേ കാര്യങ്ങൾ ആ ഭാഷയുടെ നൈർമല്യം ഉൾക്കൊള്ളാൻ സാധിച്ചു. നൈർമല്യം മാത്രമല്ല, തീക്ഷ്ണമായിരുന്നു. രണ്ടാം എഴുത്തിൽ MT പറയുന്നൊരു വാചകമുണ്ട്, ചങ്ങലയഴിഞ്ഞ ചണ്ഡമാരുതനെ പോലെ അവൻ കാട്ടിൽ നിന്നിറങ്ങി വന്നു. അതായിരുന്നു ഭീമൻ, അതിൻ്റെ അംശമായിരുന്നു ഭീമൻ. അത് എന്തോ ഒരു ശക്തമായ ഭാഷയാണ്. ഞാനതെല്ലാം ഇവിടെ വിശദീകരിക്കുകയല്ല. പക്ഷെ അതൊക്കെ മനസ്സിൽ മിന്നിമറയുകയാണ്. MT വായിക്കപ്പെടണം. വരുന്ന തലമുറ ധാരാളമായിട്ട് MTയുടെ എല്ലാ പുസ്തകങ്ങളും വായിക്കണമെന്ന് ഞങ്ങളെപ്പോലുള്ള മുതിർന്ന തലമുറ ആഗ്രഹിക്കുന്നു. ഞങ്ങളും തുടർന്ന് വായിക്കണം. മരണം ഒരു അനിവാര്യതയാണ്. പക്ഷേ MTയെ പോലുള്ളവർ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് അതൊരു വലിയ ആഘാതമാകുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലും നമ്മളിലൂടെ ജീവിക്കും. ടീച്ചറിൻ്റെ സരസ്വതി ടീച്ചർ, ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചർ ധന്യയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. കാരണം അവരൊരുപാട് കഴിവുള്ളവരാണ്. പക്ഷേ അവർ തന്നെ പറയുന്നത് ആ കഴിവിൻ്റെ 80% പ്രകാശിപ്പിക്കാൻ സഹായിച്ചത് MTയുടെ സാന്നിധ്യമാണ് എന്നാണ്. മകൾ അശ്വതി MT ആഗ്രഹിക്കുന്നത് പോലെ ഒരു കലാകാരിയായി വളർന്നു വന്നിരിക്കുന്നു. ആ കുടുംബത്തോട് അവർക്കുള്ള ദുഃഖത്തിൽ പങ്കുചേരുന്നു. MTയുടെ വേർപാടിൽ കേരളത്തിലെ MTയെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ദുഃഖത്തിൽ എൻ്റെ ഒരു ചെറിയ ദുഃഖപ്രകടനം കൂടി കാഴ്ചവെക്കുക. അതിൻ്റെ കൂടെ എൻ്റെ ദുഃഖവും അലിഞ്ഞു ചേരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.